ഹായ് ഓൾ, വെൽക്കം ടു എജിസ് അക്കാഡമി. എജിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എയിംസ് നോർസെറ്റ് 7 നഴ്സിംഗ് ഓഫീസർ 2024 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എത്ര വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നഴ്സിംഗുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും മറ്റ് അപ്ഡേറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി അറിയാനായിട്ട് സാധിക്കും. അതോടൊപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നിങ്ങൾ കമ്മ്യൂണിറ്റിയിലും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു എക്സാമിന്റെ, ഈ ഒരു പോസ്റ്റിന്റെ സാലറി എന്താണ്, അതിന്റെ വാക്കൻസി സ്റ്റാറ്റസ്, ഡേറ്റ്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, അതായത് എക്സാം ആപ്ലിക്കേഷൻ ഡേറ്റ്, അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, ഈ ഒരു എക്സാം എഴുതാനായിട്ട് ആവശ്യമായ ക്വാളിഫിക്കേഷൻ, അതിന്റെ ഏജ് ലിമിറ്റ്, എക്സാം പാറ്റേൺ, എക്സാം ഫീസ് എങ്ങനെയൊക്കെയാണ്. എക്സാം പാറ്റേൺ വരുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ഓൺലൈൻ ആയിട്ടാണ് ഈ ഒരു എക്സാമിന് നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ളത്. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് 1/8/2024 മുതൽ 21/2024 വരെയാണ്. 5 PM മുമ്പ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് ക്ലോസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതായത് ഈ മാസം 1-ാം തീയതി തൊട്ട് 21-ാം തീയതി വരെ നമുക്ക് കൊടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പൊ ആരെങ്കിലും ഈ ഒരു എക്സാം എഴുതാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വരുന്നത് വിൻഡോ ഫോർ കറക്ഷൻ ഓർ എഡിറ്റ് ഇൻ രജിസ്ട്രേഷൻ ഫോം. അതായത് നിങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊടുക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 22/8/2024 മുതൽ 24/8/2024, അതും 5 PM മുമ്പായിട്ട് നിങ്ങൾക്ക് റീകറക്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സ്റ്റാറ്റസ് ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് കറക്ഷൻ ഓഫ് റിജക്റ്റഡ് ഇമേജസ് ഓർ അതർ. അതായത് വെരിഫിക്കേഷന് ശേഷം എന്തെങ്കിലും മിസ്റ്റേക്സ് അവർ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. അങ്ങനെ റിജക്റ്റ് ആയിന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇമേജസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് റീകറക്റ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പൊ അത് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 30/8/2024 മുതൽ 2/9/2024, അതായത് ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 2-ാം തീയതി വരെ നിങ്ങൾക്ക് റീകറക്റ്റ് ചെയ്ത് റിജക്റ്റ് ആവുകയാണെങ്കിൽ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റീകറക്റ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷൻ സെന്റർ ഏത് സിറ്റിയിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എക്സാമിന് ഒരു ആഴ്ച മുൻപേ ആയിരിക്കും അറിയാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് അഡ്മിറ്റ് കാർഡ്, നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എക്സാമിന് 2 ദിവസം മുന്നേ ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുക. ഓക്കെ, അപ്പൊ ഡേറ്റ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് എക്സാമിനെ കുറിച്ചാണ്. എക്സാമിന് നമുക്കറിയാം ഈ ഒരു എക്സാമിന് 2 സ്റ്റേജസ് ആണ്. അതായത് സ്റ്റേജ് ഫസ്റ്റ് പ്രിലിംസും സ്റ്റേജ് 2 മെയിൻസും, 2 സ്റ്റേജസിലായിട്ടാണ് എക്സാം നടത്തുന്നത്. അപ്പൊ സ്റ്റേജ് ഫസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മാത്രമേ സ്റ്റേജ് 2 അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എക്സാം വരുന്നത് 15 സെപ്റ്റംബർ 15-ാം തീയതിയാണ് ഫസ്റ്റ് സ്റ്റേജ് എക്സാം വരുന്നത്. അതുപോലെ സെക്കൻഡ് സ്റ്റേജ്, അതായത് നമ്മുടെ മെയിൻ എക്സാം വരുന്നത് 4th October 2024 ആണ്. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് സ്റ്റേജിന്റെ എക്സാമിന്റെ മാർക്സും നമ്മുടെ റാങ്ക് ലിസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സെക്കൻഡ് സ്റ്റേജ് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രൈറ്റീരിയ, അത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ മാത്രമാണ് ഈ നമ്മുടെ പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, റിസൾട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂ കോഴ്സ് ഓഫ് ടൈമിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എക്സാം സെന്റേഴ്സ് നമ്മുടെ ഇന്ത്യയിലെ വിവിധ സിറ്റികളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരും. കേരളത്തിൽ മിനിമം 4 സിറ്റികളിലെങ്കിലും സെന്റേഴ്സ് വരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമുക്ക് ക്വാളിഫിക്കേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ജനറൽ നഴ്സിംഗിലെ ഡിപ്ലോമ ആയിരിക്കണം. ഡിപ്ലോമക്കാർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ 15 ബെഡ് കപ്പാസിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്.
ഓക്കെ, അടുത്ത നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 30 ഇയേഴ്സ് ആണ്. ഇത് ജനറൽ കാറ്റഗറി ആണ്. ഏജ് റിലാക്സേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാവുന്നതാണ്. നെക്സ്റ്റ് വരും നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് ആണ്. ജനറൽ അല്ലെങ്കിൽ OBC കാൻഡിഡേറ്റ്സിന് 3000 റുപ്പീസ് ആണ് ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത്. SC/ST കാൻഡിഡേറ്റ്സിന് 2400 ആണ്. ഇനി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, എന്തെങ്കിലും അംഗവൈകല്യമുള്ള ആൾക്കാർക്ക് എക്സാം ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഓക്കെ, ഇനി ഒരു പ്രാവശ്യം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അത് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതല്ല. അതുപോലെ SC/ST കാറ്റഗറിയിൽ വരുന്ന ആളുകളാണെങ്കിൽ നമുക്ക് വെരിഫിക്കേഷൻ ശേഷം, അതായത് റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിച്ച തുക നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ്. അത് SC/ST കാർക്ക് മാത്രമേ ഈ ഒരു ഇതുള്ളൂ. ഓക്കെ, നമുക്ക് ഏജ് റിലാക്സേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. SC/ST നമുക്ക് നേരത്തെ പറഞ്ഞു ജനറൽ കാറ്റഗറിയിൽ 18 to 30 ഇയേഴ്സ് ആണ് നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത്. SC/STക്ക് +5 ഇയേഴ്സ് കൂടെ ഉണ്ട്. അതായത് 18 to 35 ഇയേഴ്സ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ OBC കാർക്ക് +3 ഇയേഴ്സ് കൂടെ ചെയ്യാം. അതായത് 18 to 33 ഇയേഴ്സ്. PWBD അതായത് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് +10 ഇയേഴ്സ് കൂടി ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ PWBD +OBC കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ജനറലിന്റെ കൂടെ +13 ഇയേഴ്സ് കൂടെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. PWBD SC/ST കാറ്റഗറിയിലാണെങ്കിൽ 15 ഇയേഴ്സ് മോർ നിങ്ങൾക്ക് +15 ഇയേഴ്സ് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആയിരിക്കും. അതുപോലെ എക്സ് സർവീസ് മെൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ 5 ഇയേഴ്സ് കൂടെ കിട്ടും. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നിങ്ങളത് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് ഈ ഒരു PDF ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ എക്സാം പാറ്റേണിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 2 സ്റ്റേജസിലായിട്ടാണ് എക്സാം വരുന്നത്. അതായത് സ്റ്റേജ് 1 നോർസെറ്റ് പ്രിലിമിനറി എക്സാമും സ്റ്റേജ് 2 നോർസെറ്റ് മെയിൻ എക്സാമും 2 സ്റ്റേജസിലായിട്ടാണ് നമുക്ക് എക്സാം വരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്ക് ടോട്ടൽ 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 90 മിനിറ്റ്സ്. ഓക്കെ, ഓരോ റൈറ്റ് ആൻസറിന് നിങ്ങൾക്ക് 1 മാർക്കും റോങ് ആൻസറിന് -0.33 അതായത് 1/3 മാർക്ക് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ ഈ 100 ക്വസ്റ്റ്യനെ 5 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 5 സെക്ഷനായിട്ട് 100 ക്വസ്റ്റ്യൻ 5 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സെക്ഷനിലും നമുക്ക് 20 ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അതിൽ 20 ക്വസ്റ്റ്യൻ അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 80 മിനിറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. 100 MCQ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ നമുക്ക് 90 മിനിറ്റ്സ് ആണ്. ഈ 100 ക്വസ്റ്റ്യനെയും 5 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സെക്ഷനിലും 20 ക്വസ്റ്റ്യനും ഓരോ 20 ക്വസ്റ്റ്യനും നമുക്ക് 18 മിനിറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്ന സമയം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ പ്രിലിമിനറി എക്സാമിന് നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ മെയിൻ എക്സാമിലോട്ട് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യേണ്ട മാർക്ക് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ 50% മാർക്ക്, ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് 50% മാർക്ക് ആവശ്യമാണ്. അതുപോലെ OBC കാർക്കാണെങ്കിൽ 45% മാർക്ക് ആവശ്യമാണ്. SC/ST കാരാണെങ്കിൽ 40% മാർക്ക് നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റേജിലോട്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താണ് സ്റ്റേജ് 2 എക്സാം, അതായത് മെയിൻ എക്സാമിന് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് 160 ചോദ്യങ്ങളാണ് ടോട്ടൽ ആയിട്ട് വരുന്നത്. 160 MCQ ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് സ്റ്റേജിൽ. അതായത് ഫസ്റ്റ് എക്സാം നിങ്ങൾ പാസ്സായി കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജ് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ 160 MCQ ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ ആയിട്ട് ചോദിക്കുന്നത്. 180 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ 160 MCQ ക്വസ്റ്റ്യനെയും 40 ചോദ്യങ്ങൾ അടങ്ങുന്ന 4 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 4 സെക്ഷനും അതായത് 40 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത്
45 മിനിറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. സെക്കൻഡ് സ്റ്റേജിൽ ഫസ്റ്റ് സ്റ്റേജ് പാസ്സായി കഴിഞ്ഞ് നിങ്ങൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ 160 MCQ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ടോട്ടലായിട്ട് വരുന്നത്. 180 മിനിറ്റ് അല്ലെങ്കിൽ 3 മണിക്കൂറാണ് ടൈം ഡ്യൂറേഷൻ ആയിട്ട് വരുന്നത്. 40 ചോദ്യങ്ങൾ അടങ്ങുന്ന 4 സെക്ഷൻ ആയിട്ടായിരിക്കും ഈ ഒരു എക്സാംസിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓരോ സെക്ഷനും നിങ്ങൾക്ക് 45 മിനിറ്റ് ആണ് അറ്റൻഡ് ചെയ്യാനുള്ള സമയമായിട്ട് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് നെക്സ്റ്റ് മുമ്പിലത്തെ പ്രീവിയസ് എക്സാമിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓൾ ഇന്ത്യയിൽ ഏകദേശം 15ഓളം എയിംസ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 3000-ലധികം വാക്കൻസികൾ ഉണ്ടെന്നാണ്. നമുക്ക് സാലറി വരുന്നത് 1 ലക്ഷം രൂപയിലും അധികമാണ്. അപ്പൊ ഇത് രണ്ടും തന്നെയാണ് ഇതിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നവർ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള ഒരു എക്സാം ആണ്. ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ മാക്സിമം ഇൻപുട്ട് കൊടുത്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ നമ്മുടെ സ്റ്റാഫ് നഴ്സിന്റെയും DME 2024 സ്റ്റാഫ് നഴ്സിന്റെയും അതുപോലെ RRB റെയിൽവേ സ്റ്റാഫ് നഴ്സിന്റെയും ഇന്റൻസീവ് കോച്ചിങ് നടന്നു വരികയാണ്. നമ്മുടെ യൂട്യൂബിലെ ഡെമോ വീഡിയോ കാണുന്നവർക്കറിയാം, വളരെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ബേസിക് കാര്യങ്ങൾ തൊട്ട് തന്നെയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് പഠിപ്പിച്ചു പോകുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് കാണാവുന്നതാണ്. അതുപോലെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ എല്ലാ ഇൻഫർമേഷൻസും, എല്ലാ എക്സാംസിന്റെ അപ്ഡേറ്റ്സും ഇൻഫർമേഷൻസും അതുപോലെ നമ്മുടെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും കമ്മ്യൂണിറ്റി വഴി നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. അപ്പൊ ഒരു പ്രാവശ്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് യൂസ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുള്ള ലിങ്ക് യൂസ് ചെയ്ത് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഈ ഒരു കോച്ചിങ്ങിന്, അതായത് റെയിൽവേ RRB സ്റ്റാഫ് നഴ്സിനോ അല്ലെങ്കിൽ DME 2024 സ്റ്റാഫ് നഴ്സിനോ കോച്ചിങ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.